Today we are going to discussing about the land tenures, the nature of land tenure under Chalukya's period. Land was assigned for special services such as construction of tanks, clearing of forests, and the formation of new lands or repair to temple for acts of bravery shown in rescuing cattle or women, boundary dispute, etc. ഭൂവുടമസ്ഥാവകാശം ചാലൂക്യ കാലഘട്ടത്തിൽ എപ്രകാരമായിരുന്നു? ലാൻഡ് വാസ് അസൈൻ ഫോർ സ്പെഷ്യൽ സർവീസസ്. ഭൂമി നൽകപ്പെട്ടിരുന്നത് പ്രത്യേക സേവനങ്ങൾക്കായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭൂമിയെ തടാകങ്ങളുടെ നിർമ്മാണത്തിന്, അതുപോലെ ഫോറസ്റ്റ് ക്ലിയർ ചെയ്തെടുക്കുന്ന ഭൂമി, ടെമ്പിൾ റിപ്പയർമെന്റിന് വേണ്ടി, ഇതിനപ്പുറം ചിലപ്പോൾ ബ്രേവറി ആക്ഷൻ, കാറ്റിൽസിനെയോ വിമണിനെയോ ഒക്കെ റെസ്ക്യൂ ചെയ്യുന്നതിന്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ, കലഹങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കുന്നതിന് ഇപ്രകാരമായിരുന്നു ലാൻഡ് അസൈൻമെന്റ് ഉണ്ടായിരുന്നത്. ദേവദാന ഓർ ദത്തി ഫോർ വർഷിപ്പ് ഇൻ ദി ടെമ്പിൾ ഉംബാലി. Another tenor was meant for various public offices, either as revenue assignment or enjoyment of yielding with claims to ownership. ദേവദാന അല്ലെങ്കിൽ ദത്ത് എന്നറിയപ്പെട്ടിരുന്നത് ടെമ്പിൾ വർഷിപ്പിന് വേണ്ടി നൽകപ്പെട്ടതാണ്. മറ്റൊരു ഉടമസ്ഥാവകാശമാണ് ഉംബലി എന്നറിയപ്പെട്ടിരുന്നത്. ഇതിനർത്ഥം എന്താണ്? വേരിയസ് പബ്ലിക് ഓഫീസേഴ്സ് either as റവന്യൂ അസൈൻമെന്റ്, ഭൂവുടമസ്ഥവുമായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ നികുതികൾ, ഇത്തരത്തിലുള്ള ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒമ്പലി എന്നറിയപ്പെട്ടിരുന്നത്. Mania to Brahmanas and other religious or secular purpose was made, others such as Kudumba Vritti for maintaining one's family. പലതരത്തിലുണ്ടായിരുന്നു. ഇവിടെ ടാക്സ് ഫ്രീഡ് ആയിട്ടുള്ളത് കൊണ്ട് ടാക്സ് പൂർണ്ണമായി അടയ്ക്കേണ്ടതുമായിട്ടുള്ള ഭൂമികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രാഹ്മണ സമൂഹം, അതുപോലെ മറ്റുള്ള റിലീജിയസ് ആയിട്ടുള്ള ബ്രാഹ്മണരാണ് ഇവിടെ നമ്മൾ പറയപ്പെടുന്ന മന്യ എന്ന ഒരു ടേമിലൂടെ പരാമർശിക്കപ്പെടുന്നത്. മന്യ ടു ബ്രാഹ്മണ, അതർ റിലീജിയസ് സെക്കുലർ പർപ്പസ് മെയ്ഡ് എൻറ്റയർലി ഫ്രീ ഫ്രം ടാക്സസ്. ദ സർവമന്യ എന്നാണ് ഈ നികുതിയെ വിളിച്ചിരുന്നത്. പാർഷ്യലി ടാക്സസ് ഉണ്ടായിരുന്നു. ഭാഗികമായ നികുതി അടയ്ക്കേണ്ടത് അർദ്ധമാനിയ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ കുടുംബങ്ങൾ ചിലപ്പോൾ എന്തായിരുന്നു, പൂർണ്ണമായി നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ മറ്റ് മതപരമായിട്ടുള്ള വസ്തുതകളുമായി ചേർന്നുകൊണ്ട് ഭാഗികമായ നികുതി ഇളവുകൾ ലഭ്യമായിരുന്നു. അതിന് അർദ്ധമാന്യ എന്നറിയപ്പെട്ടിരുന്നു. Others such as കുടുംബവൃത്തി, maintaining one's family, Saranavritti, a feeding religious devotees, Bituvata, some special service including maintenance of tank. അപ്പോൾ ശരണവൃത്തി എന്ന് പറയുന്നത് റിലീജിയസ് ഡിവോട്ടീസിന് ഫീഡ് ചെയ്യുന്നതിനെയാണ്. ബിട്ടുവട്ട എന്നറിയപ്പെടുന്നത് ടാങ്ക്, അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള വസ്തുക്കൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള നികുതി ഇളവുകളാണ്. സർവീസ് ടെനർ, ഇത്തരത്തിലൊക്കെ ഭൂമി നികുതി ഇളവുകൾ ലഭ്യമായിരുന്നു, ഭൂമി ലഭ്യമായിരുന്നു ഒക്കെയാണ്. സർവീസ് ടെനേഴ്സ് ആൾസോ ഇൻക്ലൂഡ്, apart from temple service, also others like a military service, Biluvritti, gift of defeated king, Kumaravritti, minor prince, and Pradivritti, a share of land obtained to exchange. ക്ഷേത്രങ്ങൾക്ക് നൽകുന്ന സേവനത്തെ പോലെ തന്നെ രാജാവിന് നൽകുന്ന അല്ലെങ്കിൽ സൈനിക സേവനം, ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത്തരത്തിൽ പല പേരുകളാണ് അറിയപ്പെട്ടിരുന്നത്. ബിലുവൃത്തി എന്നുള്ളത് ഗിഫ്റ്റ് ടു ഡിഫീറ്റഡ് കിങ് ആണ്. കുമാരവൃത്തി എന്നുള്ളത് മൈനർ പ്രിൻസ്. പ്രതിവൃത്തി എന്ന് പറയുന്നത് ഷെയർ ഓഫ് ലാൻഡ് ഒബ്റ്റെയിനിങ് ഇൻ എക്സ്ചേഞ്ച്, കൈമാറ്റത്തിലൂടെ ലഭിക്കപ്പെടുന്ന ഭൂമി.
and Dinagarika Vritti, a unique tenor translated in servants' income and livelihood, like a Natru Kodegi, Angu Jivida Vritti, gift based on love affection made to member of the royal family. രാജ കുടുംബങ്ങളിൽ ലവ് അഫെക്ഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഗിഫ്റ്റായിട്ട് നൽകപ്പെടുന്നതാണ് ഈ പറയുന്ന അങ്കുജീവിത വൃത്തി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദാറ്റ് ദർ വർ 3 ടൈപ്സ് ഓഫ് ഓണർഷിപ്പ്. എന്തായാലും 3 തരത്തിലുള്ള ഭൂ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ, ചാലൂക്യ കാലഘട്ടത്തിൽ. പല രീതിയിലായിരുന്നു ഭൂമി ആളുകൾക്ക് ലഭ്യമായിരുന്നത്. പലതരത്തിലുള്ള സമ്മാനങ്ങളിലൂടെയും പ്രവൃത്തികളുടെയും ഭാഗമായിട്ടൊക്കെ ഭൂമി ലഭ്യമായിരുന്നു. ഭൂ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് 3 രീതിയിലായിരുന്നു എന്ന്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ഓണർഷിപ്പ് ഇൻ കോമൺ എന്നുള്ളതാണ്, പൊതുവായ പൂർണ്ണ ഉടമസ്ഥാവകാശം. സെക്കൻഡ്, പാർട്ട് റൊട്ടേഷൻ ആൻഡ് പാർട്ട് കോമൺ ഓണർഷിപ്പ് എന്നാണ്. ഭാഗികമായ ഓണർഷിപ്പാണ്, പക്ഷെ അത് റൊട്ടേറ്റഡ് ആണ്. ഒരു പ്രത്യേക പീരീഡ് കഴിയുമ്പോൾ വീണ്ടും കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ള. തേർഡ്, പാർട്ട് സെവറാലിറ്റി, പാർട്ട് കോമൺ ഓണർഷിപ്പ്. ഇതിനെ നമ്മൾ പറഞ്ഞ പോലെ ഭാഗിക പൊതു ഉടമസ്ഥാവകാശം എന്ന് വിളിക്കുന്നു. കമ്മ്യൂണിറ്റി കൺട്രോൾ വാസ് കംപ്ലീറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ എൻടൈറ്റിൽഡ് ഓൺലി ടു ബി ഷെയർ. അപ്പോൾ സാമുദായികമായ പൂർണ്ണമായ നിയന്ത്രണം ഈ ഭൂമികൾക്ക് മുകളിൽ ഉണ്ടായിരിക്കും. വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, സാമുദായികമായ നിയന്ത്രണത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കുന്നു. കമ്മ്യൂണിറ്റി റിറ്റെയിൻഡ് ദ റൈറ്റ് ഓഫ് പീരിയോഡിക്കൽ റീഡിസ്ട്രിബ്യൂഷൻ under which land was allotted by dividing the land into block or tat, which common tenure or control being retained only insofar as periodical redistribution was concerned. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കാലത്തേക്ക് ഭൂമി എന്ത് ചെയ്യപ്പെടുന്നു? സാമുദായികമായി കൈമാറ്റം ചെയ്യപ്പെട്ടേക്കും. ആ ഭൂമിയെ പല വിഭാഗങ്ങളായി പല തട്ടുകളായി ബ്ലോക്കുകളായി വേർതിരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വേർതിരിച്ച് ആ ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ പീരീഡ് കഴിയുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും കൈമാറ്റങ്ങൾക്ക് വിധേയമാവും. കോമൺ ഓണർഷിപ്പ് ഓവർ പാസ്ചർ ലാൻഡ് ഒള്ളി. മേച്ചിൽപ്പുറങ്ങളൊക്കെ പൊതു ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ദ റെസ്റ്റ് വാസ് ഹെൽഡ് ഇൻഡിവിജ്വലി അക്കോർഡിംഗ് ടു സം എഗ്രിമെന്റ് മെയ്ഡ് ഫോർ എവർ. മറ്റു ഭൂമികൾ വ്യക്തികൾക്ക് നിക്ഷിപ്തമാണ്, പക്ഷേ പ്രത്യേക ഉടമസ്ഥാവകാശങ്ങളോ കരാറുകളോ അടിസ്ഥാനമാക്കി വ്യക്തികൾക്ക് നൽകപ്പെടുന്നതാണ് ഭൂമി. ചിലപ്പോൾ ചില കാലഘട്ടത്തേക്കായിരിക്കും, ചിലപ്പോൾ ചില സമ്മാനങ്ങളുടെയോ അങ്ങനെ പല രീതിയിലുള്ള എഗ്രിമെന്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നൽകപ്പെടുന്നത്. The right implied common ownership is extended to alienation, pre-exemption, denial, admission to stranger. In the third category, which each householding had its allotted share without any common control regulation. മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് ഭാഗികമായ ഉടമസ്ഥാവകാശം എന്ന് പറയുമ്പോൾ അതിൽ കൃഷി ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്, പക്ഷേ മറ്റ് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളൊന്നും അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. കൈമാറ്റം ചെയ്യാനോ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനോ എന്നുള്ളത്, അതിൽ താമസിച്ചുകൊണ്ട് കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നിലനിന്നിരുന്നു എന്നാണ്. ഇനി ബൗണ്ടറികൾ കൃത്യമായി വേർതിരിക്കേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫ്രോഡ് ഏർപ്പാടുകളും അന്ന് കാലത്ത് നടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. കൂടാതെ ടാങ്ക്, ചാനൽ എന്നിവയുടെ കൺസ്ട്രക്ഷൻ വില്ലേജേഴ്സ് അവരുടെ സ്വയ ജീവിതത്തിൻ്റെ ഭാഗമായി സഹകരണത്തോടു കൂടി ചെയ്തിരുന്ന പ്രവൃത്തിയാണ് തടാകങ്ങൾ, കിണറുകൾ, തോടുകൾ, കനാലുകൾ എന്നിവയുടെയൊക്കെ നിർമ്മാണങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. Even in Agrahara evidence, common ownership has been identified.
പൊതു ഉടമസ്ഥാവകാശത്തിലുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത് അഗ്രഹാര എന്നറിയപ്പെടുന്നത്. കോമൺ ഓണർഷിപ്പ് മീൻ ദാറ്റ് റൈറ്റ് ഓഫ് ഏലിയനേഷൻ, ട്രാൻസ്ഫർ ഓഫ് cultivation, sale and mortgage, gift, remission of tax were held in common apart for maintenance, repair, joint sale was mean for the prevention sale to strangers. അപ്പോൾ പൊതു ഉടമസ്ഥാവകാശം എന്ന് പറയുമ്പോൾ അവിടെ കൾട്ടിവേഷൻ ട്രാൻസ്ഫർ നടത്താം, സെയിൽ ഉണ്ടാവും, മോർട്ടേജ് പണയം വെക്കാം, ഗിഫ്റ്റ് സമ്മാനമായി നേടിയപ്പെട്ടതായിരിക്കാം, ബ്രാഹ്മണർക്ക് നികുതിയിലുള്ള ഇളവുകൾ നൽകപ്പെടുന്നതിന്റെ ഭാഗമായിരിക്കും, ഒക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷേ അപരിചിതരായ ഒരാൾക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആ ഭൂമി വിൽക്കാൻ പറ്റില്ല. ദ പീരിയഡ് ഓഫ് ടെനർ ഈസ് ഡിഫൈൻഡ് സർവഭയ ട്രാൻസിദ്ധി. അതുപോലെ ഏകഭോഗ എന്നൊക്കെയാണ്. അത് ഹാർവസ്റ്റിന് അനുസരിച്ചാണ്. ഒരു തവണ ഹാർവസ്റ്റ് ചെയ്യുന്ന വിളവാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഭൂവുടമസ്ഥാവകാശം. ചിലപ്പോൾ 2 or 3 തവണ 3 ഹാർവസ്റ്റ് ഒക്കെ ഉണ്ട്, ത്രിഭോഗ, ഏകഭോഗ എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനനുസരിച്ചാണ് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുക എന്നൊക്കെയാണ് പരാമർശിക്കപ്പെടുന്നത്. ടെമ്പിൾ ലാൻഡ് were rented out to tenant who were categorized in 3 groups. ഇനി ക്ഷേത്രഭൂമി വാടകയ്ക്ക്, പണയത്തിന് വാടകയ്ക്കൊക്കെ നൽകപ്പെടുന്ന, പാട്ടം നൽകപ്പെടുന്നതുണ്ട്. 3 തരത്തിലുള്ള ആളുകളെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. ഉത്തമ, മധ്യമ, കനിഷ്ഠ, എങ്ങനെ 3 വിഭാഗങ്ങളുണ്ട് ടെനന്റുകൾ ക്ഷേത്രഭൂമി കൈകാര്യം ചെയ്യുന്നത്. ഹയർ ആണ് ഉത്തമ, ഹയർ പീപ്പിൾ. മിഡിൽ പീപ്പിൾ ആണ് മധ്യമ. ലോവർ പീപ്പിൾ ആണ് കനിഷ്ഠ. ദിസ് ക്ലാസിഫിക്കേഷൻ ഇൻഡിക്കേറ്റഡ് ഡിസ്റ്റിങ്ഷൻ among the types of land and tenant themselves. ഭൂമിയുടെ തരത്തിനും ഭൂ ഉടമസ്ഥരുടെ തരത്തിനും അനുസരിച്ചാണ് ഇങ്ങനെ 3 വർഗീകരണം നടത്തിയിരിക്കുന്നത്. ഭൂമിയുടെയും ഭൂവുടമസ്ഥരുടെയും പദവികളെ അനുസരിച്ച്. Tenant these categories engage in cultivating on the leased land. അപ്പോൾ പാട്ടത്തിനെടുത്ത ഈ ഭൂമി അവരെന്ത് ചെയ്യുന്നു, കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. The lease amount was fixed certain cases. ഈ പാട്ടത്തിന്റെ അല്ലെങ്കിൽ ലീസിന്റെ വാടകയുടെ തുക എന്ന് പറയുന്നത് പല തലത്തിലാണ് അതും കണക്കാക്കിയിരുന്നത്. ഇൻക്ലൂഡിങ് ഗാർഡൻ പ്രോഡക്റ്റ്, അത് ഭൂമിയുടെ സ്വഭാവം അനുസരിച്ച് മാത്രമല്ല, ഭൂമിയിൽ കൃഷി ചെയ്യുന്ന വിളവിനെ അടിസ്ഥാനമാക്കിയും എന്തുണ്ടായിരുന്നു, തുക കണക്കാക്കിയിരുന്നു. സിദ്ധായ ഓർ മൈനർ കേസസ് ഹാഡ് ടു ബി പെയ്ഡ്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യണം, ഒരു സെസ് എല്ലാവരും അടയ്ക്കേണ്ട, ഒരു നികുതി അടയ്ക്കാനുണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ നികുതിയാണ് സിദ്ധായ എന്നറിയപ്പെടുന്നത്. അവർ റെഫറൻസസ് ടു ദ ടെനന്റ് ഫ്രീഡ് ഫ്രം ഫോഴ്സ്ഡ് ലേബർ, ബിട്ടിസോള. ഹൗസ് ടാക്സ് വുഡ് പോയിന്റ് ടു ദ പ്രിവിലൻസ് ഫോഴ്സ്ഡ് ലേബർ. നിർബന്ധിതമായ തൊഴിലിൽ നിന്ന്, ഫോഴ്സ് ലേബറിൽ നിന്ന് ഈ ഭൂ ഉടമസ്ഥർ സ്വതന്ത്രരായിരുന്നു, പക്ഷേ നികുതി അടയ്ക്കേണ്ടതുണ്ട്. ഹൗസ് ടാക്സിനെ ബിട്ടിസോള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ബിട്ടിസോള ഫോഴ്സ് ലേബേഴ്സ്ഡ് ആയിട്ടുള്ള ആളുകൾ അടയ്ക്കപ്പെടണം. മോസ്റ്റ് ഓഫ് ദം വേർ ടൈഡ് ഡൗൺ ടു ദ റെസ്പെക്റ്റീവ് ബ്ലോക്ക് ഓർ ടെനന്റ് ഹാഡ് ടു കോപ്പറേറ്റ് ബിൽഡിംഗ് ടാങ്ക്സ്, ടെമ്പിൾ. ഈ ഫോഴ്സ് ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഭൂരിഭാഗവും എന്തുമായി കണക്റ്റഡ് ആയിരിക്കും, ടെമ്പിളിനോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്ലോക്കിനോടോ ടെനന്റിനോടോ ഒക്കെ ടൈഡായിരിക്കും, ഇവരുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന. The share of produce was payable to the landowner apart from government share. സർക്കാരിന് അടയ്ക്കേണ്ട പങ്കിന്റെ പുറമെ ലാൻഡ് ഓണർക്കും ഒരു പങ്ക് ഉൽപ്പന്നത്തിൽ നിന്ന് നൽകേണ്ടതായിട്ട് വരും കൃഷി ചെയ്യുന്നവർക്ക്. There was no uniformity in the size of land holding, hence it's difficult to study nature of holding. ഇനി ഭൂമിയുടെ അളവ്
എത്രത്തോളം ഭൂമി ഒരാൾക്ക് കൈവശം വെച്ച് കൃഷി ചെയ്യാം എന്നുള്ളതിനൊന്നും കൃത്യമായിട്ടുള്ളൊരു രേഖകളോ കൃത്യമായ അളവുകളോ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞില്ല. സ്മാൾ ഹോൾഡിംഗ് were common, for example 1 matter or 2 matter. അപ്പോൾ സാധാരണയുള്ളത് സ്മാൾ ഹോൾഡിങ്സ് ആണ്. ഈ സ്മാൾ ഹോൾഡിങ്സിന് ഉദാഹരണങ്ങളാണ് നമ്മൾ പറയുന്ന 1 matter or 2 matter എന്ന് പറയുന്നത്, അല്ലെ, ഓർ ഡ്രൈ ഓർ വെറ്റ് ലാൻഡ്. 16 matter ഈസ് എ റയർ ഹോൾഡിംഗ്. 1 matter 2 matter എന്നൊക്കെ വേണം പറയുക. അത് കൃഷി ചെയ്യുന്ന ആണെങ്കിലും ഡ്രൈ ലാൻഡ് ആണെങ്കിലും വെറ്റ് ലാൻഡ് ആണെങ്കിലും കൊടകൈ ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ പൊതുവെ വളരെ അപൂർവമാണ്. ഒരു 10-16 പറയൊക്കെ നെല്ല് വിളവ് ലഭിക്കുന്ന നിലമൊക്കെ ഉള്ള ആളുകൾ. അത്രയും വിസ്തൃതമായ ഭൂമി കുറവായി, ആളുകളുടെ കൈവശം കുറവായിരുന്നു. ഇനി ഇറിഗേഷൻ പ്രോജക്റ്റുകൾ കർണാടകയിൽ തമിഴ്നാട് പോലെ തന്നെ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ പലതരത്തിലുള്ളത് നിലനിന്നിരുന്നു. മേജർ കൺസേൺ ആൾ റീച്ച് ഇൻ കർണാടക ഇറിഗേഷൻ പ്രോജക്റ്റ് വർ അണ്ടർ ദ കളക്റ്റീവ് കെയർ ഓഫ് ലോക്കൽ ബിഗ് മെൻ. മഹാജനാസ് എന്നറിയപ്പെടുന്ന ബിഗ് മെൻ്റെ, ലോക്കൽ ബിഗ് മെൻ്റെ കീഴിൽ തന്നെയാണ് ജലസേചന പദ്ധതികളൊക്കെ നടന്നിരുന്നത്. ഇതിനെ കേറി, സമുദ്ര, ഏറി, കേറ്റിൽ, കോള, കുട്ടുമൈ എന്നൊക്കെ പല രീതിയിൽ അറിയപ്പെട്ടിരുന്നു. തടാക, ഇങ്ങനെ പല ഇറിഗേഷൻ പദ്ധതികൾ ഉണ്ടായിരുന്നു. സ്ലൂയിസ് സിസ്റ്റം തമിഴ്നാട്ടിലൊക്കെ കണ്ടിരുന്നത് പോലെ തന്നെ കോമൺ ആയിരുന്നു ഇവിടെയും. ഇവിടെ അറിയപ്പെടുന്നത് അതിനെ തുബു എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്രയുമാണ് ലാൻഡ് ടെനർ ചാലൂക്യ പീരീഡിലുള്ളത്.